ആരൊക്കെയാ? ലേഖകാശ്ചൈവ. വേദം എഴുതുന്ന പരിപാടി എങ്ങനെയാണോ പാരായണം ചെയ്തിരുന്നത് അതേ രീതിയിൽ അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് ഈശ്വര ചൈതന്യം, അതാണ് ആശ്ചര്യം. ഒരു മന്ത്രം തന്നെ 8 വികൃതികളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? നമസ്കാരം. നിളയുടെ തീരങ്ങളിലെ മറ്റൊരു ക്ഷേത്രക്കാഴ്ചകളിലേക്ക് സ്വാഗതം. കടവല്ലൂർ ശ്രീരാമക്ഷേത്രം. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കടവല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടവല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമനെയാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. ഉപദേവതകളായി ഗണപതി, ശിവൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ഭീമസേനന്റെ പുത്രൻ ഘടോത്കചനാണെന്ന് പറയപ്പെടുന്നു. ओंकार जन्म जय जय, 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 ओंकार जन्म जय जय. ओंकारनादि अनंत ओंकारना. ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലാണ് പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം നടത്തിവരാറുള്ളത്. കേരളത്തിലെ പ്രസിദ്ധമായ വേദപരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. 2024 കടവല്ലൂർ അന്യോന്യത്തിന് നവംബർ 16 വൃശ്ചികം 1 തുടക്കമായി. കടവല്ലൂർ അന്യോന്യത്തിൻ്റെ ആദ്യ ദിവസത്തെ ചില കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നിളയുടെ തീരം.
സംശയം വന്നു കഴിഞ്ഞാൽ വർണ്ണാക്രമം ചൊല്ലിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫിക്സ് ചെയ്യാം, നമുക്ക് എന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തില് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കുന്ന, ഇവിടെ നടക്കുന്ന ഈ അന്യോന്യത്തിൽ നടക്കുന്ന വേദപാരായണം എന്ന് പറയുന്നത് 10,000-ഓ 15,000-ഓ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സംരക്ഷിച്ചു പോരുകയാണ്. ആ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ അന്യോന്യം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചടങ്ങല്ല, അതിങ്ങനെ വേദ സംരക്ഷണത്തിന് വേണ്ടി വേദം ഉരുവിട്ട് അത് പല ക്രമത്തിൽ ഇങ്ങനെ ഉരുവിട്ട് പഠിച്ച് ഹൃദിസ്ഥമാക്കി അവകാശപ്പെടാനില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മളത്. പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ പല സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോയി. നമുക്ക് 10,000-ഓ 20,000-ഓ വർഷമായിട്ടും ഈ വേദ സംസ്കാരം ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഉച്ചരിച്ച് തലമുറകൾ കൈമാറി കിട്ടിയ ഒരു സമ്പത്താണ്. അപ്പൊ ഇത് നമുക്ക് ഞാൻ വെറുതെ 10,000 വർഷം 15,000 വർഷം എന്ന് പറയുകയാണോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമുക്ക് കൃത്യമായ ശിലാലിഖിതങ്ങൾ വരെ 105 AD. അപ്പൊ ഇന്ന് നമുക്ക് 2024 AD നമ്മൾ ഇരിക്കണേ, 105 AD. അപ്പൊ മിനിമം 2000 വർഷം നമുക്ക് കണക്ക് കൂട്ടാം. 10,000 ഇല്ലെങ്കിലും 2000 വർഷത്തിന് മുമ്പേ കർണാടക ദേശത്ത്, സൗത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഈ വേദ സംരക്ഷണം ഉണ്ടായിരുന്നെന്നും അവിടെ താമസിച്ച ഒരാള് 80 യാഗങ്ങൾ അശീരി, അത് നമ്മള് ഇൻസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നുണ്ട്, വാജപേയ കാമ്യക്രതു യാജിനഹ. അശീരി വാജപേയം. ഒരാള് അശീരി വാജപേയം ചെയ്ത് നമുക്ക് കർണാടകത്തിൽ താമസിച്ചിട്ട് ശിലാലിഖിതം, അദ്ദേഹം മരിച്ചുപോയപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്തൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എപ്പോൾ നടന്നതാ? 105 AD. അപ്പൊ നമുക്ക് ഇപ്പോഴത്തേക്ക് 2000 വർഷം കൃത്യമായിട്ട് നമുക്ക് പറയാം. 5000 ഒക്കെ നമുക്ക് ഒരു പക്ഷേ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ പോലുള്ള അക്കാഡമിഷ്യൻസിന് ശിലാലിഖിതങ്ങളോട് കൂടിയുള്ള എവിഡൻസ് നിങ്ങൾക്ക് 2000 വർഷത്തിന് മുമ്പേ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ധർമ്മസൂത്രങ്ങളൊക്കെ ഉള്ള വലിയ ഒരു ശാസ്ത്ര സമുച്ചയം അല്ലെ. വേദം എന്ന് പറയുമ്പോൾ കേവലം സംഹിത മാത്രമല്ല, നമ്മൾ ഈ കേൾക്കുന്ന മന്ത്രങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് ആ കംപ്ലീറ്റ് ഒരു കോർപ്പസ് അല്ലെങ്കിൽ വേദസംബന്ധമായ ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതിൽ നമ്മൾ ഇന്ന് ഗൃഹ്യസൂത്രങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ്, പ്രബന്ധങ്ങളാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. വളരെ വിശേഷമായിട്ടുള്ളത്, കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്നത് ഈ ഗൃഹ്യസൂത്രങ്ങൾക്കെല്ലാം തന്നെ, ഗൃഹ്യസൂത്രങ്ങൾ അതാത് ശാഖകളെല്ലാം സംസ്കൃതത്തിലുള്ളതാണ്. പക്ഷെ കേരളത്തില് ഇന്ന് പ്രചാരത്തില് പ്രയോജനപ്പെടുത്തുന്ന ഗൃഹ്യസൂത്രങ്ങളുടെ എല്ലാം തന്നെ ചടങ്ങെന്ന് പറയുന്ന മലയാള പുസ്തകം. ഓരോ ശാഖയ്ക്കും, യജുർവേദക്കാർക്കാകട്ടെ, സാമവേദക്കാർക്കാകട്ടെ, ഋഗ്വേദക്കാർക്കാകട്ടെ അവരുടേതായ ഗൃഹ്യസൂത്രങ്ങളുടെ മലയാളം വെർഷൻ ഗംഭീരമാണ്. കാരണം നമുക്കറിയില്ല, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ചടങ്ങെന്ന് പറഞ്ഞു വിടും. പക്ഷെ ഇന്റർനാഷണലി ചടങ്ങെന്ന് പറയുന്ന പുസ്തകത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മലയാളം കൈകാര്യം ചെയ്യാൻ അറിയാം,
സംശയം ഉണ്ടായാൽ ചോദിക്കാൻ നിങ്ങൾക്ക് വാസുദേവൻ മാഷിനെ പോലുള്ള അടുത്ത ആൾക്കാരുണ്ട്, സംസ്കൃതം അറിയാം. ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല. ഇത് നോക്കാൻ നമുക്ക് ജപ്പാനിലെ കജിഹാര വേണം, നമുക്ക് ഗൃഹ്യസൂത്രം, വാധൂലം നമുക്ക് വളരെ അന്യമായിട്ട് നിൽക്കുന്ന, നമുക്ക് ഒരു ആകെ കൂടി ഒരു കേരളത്തിനകത്ത് തന്നെ ഒരു 9 ഫാമിലി ഫോളോ ചെയ്യുന്ന ഒരു സൂത്രമാണ്. ഈ ഗൃഹ്യസൂത്രത്തിന് ഗൃഹ്യസൂത്രം ഇല്ല, നമുക്കുള്ളത് ചടങ്ങ് പുസ്തകം മാത്രമാണ്. നമ്മൾ മുന്നോട്ട് ഇറങ്ങണ്ടേ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പബ്ലിഷ് ചെയ്യാനും? ഇതൊക്കെ മാൻസ്ക്രിപ്റ്റിൽ ഇരുന്നാ മതിയോ? ഇത് ചെയ്യാൻ നമുക്ക് ജപ്പാനിൽ ഒരാൾ വരേണ്ടി വരുന്നു. ഈ വ്യവസ്ഥ പാടില്ല. നമ്മുടെ വേദിക് കോർപ്പസ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ നിങ്ങൾ എടുക്കുന്ന നോട്ടുകളിൽ ഏതൊക്കെയാണോ അമുദ്രിതങ്ങളായിട്ടുള്ളത് ആ പുസ്തകങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതോടെ ഈ പുസ്തകം ഷെൽഫിൽ കൊണ്ട് വെക്കരുത്. അതിന് എവിടെയൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, എന്തൊക്കെയാ സൗകര്യങ്ങളുള്ളത്, അത് പബ്ലിഷ് ചെയ്യണം. നമുക്ക് ആരെയൊക്കെ അതിന് ആരുമായിട്ടൊക്കെ സംവദിക്കാമെന്ന് വിചാരിച്ച് ഈ സെമിനാറുകൾ നമ്മുടെ ഗവേഷണങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സഹായകമായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ വളരെ ഫോർമലായിട്ട് വഹിക്കും, കുറച്ച് കേൾക്കും പോകും. അങ്ങനെ ആവരുത്. ഇപ്പൊ സെമിനാറുകളെ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ഈ തീമാറ്റിക്കിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നതായ ഗൃഹ്യസൂത്രങ്ങള്, ചടങ്ങ് പുസ്തകങ്ങൾ, അത് മാത്രമല്ല നമ്മളിതൊക്കെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കൈകാര്യം ചെയ്യുന്നവരാണ്. കാരണം ഞാൻ പ്യൂർലി ഒരു അക്കാഡമിക് ബേസിൽ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. പക്ഷെ വാസുദേവ മാഷും ഗോത്രനാഥ് മാഷും ഒക്കെ അത് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം എന്റെ പേപ്പർ ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാസുദേവൻ മാഷിന്റെ പേപ്പർ നമുക്ക് കേൾക്കാം. അപ്പൊ അദ്ദേഹം കേരളീയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, നീലകണ്ഠ മാഷ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും ഗവേഷകർ നമുക്കൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മള് അസ്ട്രോണമി, ഇപ്പൊ ആദ്യം അസ്ട്രോണമി ആണെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്ക് എനിക്ക് നോക്കണ്ടെന്നാവരുത്. മെത്തഡോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ നീലകണ്ഠ മാഷ് സൂചിപ്പിച്ചതുപോലെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര PV കണേ, ഇറ്റ്സ് എ ബേസിക് സോഴ്സ്. മഹാഭാരതം, ധർമ്മശാസ്ത്രത്തിന് മഹാഭാരതമാണ്. അദ്ദേഹത്തിന്റെ മെത്തഡോളജി മനസ്സിലാക്കുക, അദ്ദേഹം ഏതൊക്കെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തില് നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ PV കണേ പോലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും കേരളീയമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാസുദേവ മാഷയൊക്കെ പ്രയോജനപ്പെടുത്താൻ. ഞാൻ ഇന്ന് രാവിലെ ബസ്സിൽ വരുമ്പോ ഇവരോടൊക്കെ പറഞ്ഞതാണ്, നമുക്ക് ഈ ജ്ഞാനികൾ അടുത്തുണ്ടായെന്ന് പറഞ്ഞാൽ പോരാ, അപ്രോച്ച് ചെയ്യണം. ഞാൻ മാഷിനെ ഒരുപാട് കാര്യങ്ങൾ ഉപദ്രവിക്കാറുണ്ട്. ഞാൻ പക്ഷെ മാഷിനെ വിളിക്കുക, വോയിസ് മെസ്സേജ് അയക്കും. കൃത്യമായി എനിക്ക് മാഷ് അതിന്റെ ഉത്തരത്തോടുകൂടിയുള്ള വോയിസ് മെസ്സേജ് തിരിച്ചയക്കും. അത്രയ്ക്ക് മാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വാസുദേവൻ മാഷിനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, മാഷ് നല്ലൊരു സംസ്കൃത പണ്ഡിതൻ മാത്രമല്ല, ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രോത്സാഹനം ചെയ്യുന്ന ഒരു മാഷാണ്. ഇത് കൂടാതെ നാരായണ ഭട്ടതിരി തുടങ്ങിയ അദ്ദേഹത്തിന്റെയൊക്കെ അവാർഡീയ വളരെ അപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്ന വാസുദേവ മാഷാണ്. വാസുദേവ മാഷ് നമുക്കിപ്പോ കേരളീയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രബന്ധം അവതരിപ്പിക്കും. ഒരു 25-30 മിനിറ്റ് നമുക്ക് പ്രബന്ധം, അതിനോട് അടുത്തിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വിസ്തൃതമല്ലാതെ ഒരു 5-7 മിനിറ്റ് നമുക്ക് ചെയ്തിട്ട് അടുത്ത പേപ്പറിലേക്ക് പോകാം. അവസാനം സമയം കിട്ടിയാൽ വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. കൃത്യം 1 മണിക്ക് നമുക്ക് നീലകണ്ഠൻ മാഷിന് ഈ പ്ലാറ്റ്ഫോം ഹാൻഡ് ഓവർ ചെയ്യും.